നമ്മൾ പോലും അറിയാണ്ട് അതൊക്കെ നമ്മൾ മറക്കും, എല്ലാം മറക്കും. അവിടെ ക്യാമറ ഉണ്ടെന്നോ, കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം മോർണിംഗ് ഡാൻസ് കേൾക്കുമ്പോൾ ഞാൻ മാത്രം ഡാൻസ് കളിക്കാൻ പോയില്ല. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ നമ്മളെ ക്യാമറയൊക്കെ മറക്കാം, എനിക്ക് ബോധമില്ല. കാരണം ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഡാൻസ് കളിച്ച് അതൊന്നുമില്ല, എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം, അങ്ങനെയാണ് ഞാൻ. അപ്പൊ അതിനുള്ളിൽ ഞാൻ എക്സ്ട്രാ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതന്നെയാണ് എനിക്ക് തോന്നുന്നു. അത് കുറെയൊക്കെ ഇപ്പൊ കുറെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇപ്പൊ റീസെന്റ് നമുക്ക് നാദ്രയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നാദ്ര ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ശ്രുതിലക്ഷ്മി ചേച്ചിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. കാരണം അതിന്റെ അകത്ത് നിന്ന പോലെ തന്നെയാണ് ആള് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പലരെയും ഫേക്ക് ആണെന്നും അല്ലെങ്കിൽ ഇവരൊക്കെ ജെനുവിൻ ആയിട്ടല്ലാന്ന് നമ്മൾ പലരെയും പറയും. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ ആ സ്വഭാവങ്ങൾ കാണുമ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ് ബാറ്റിൽ ഓഫ് ഒറിജിനൽ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുൻകാല സീസണിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളൊന്നും ഒറിജിനൽ അല്ലേ, ഫേക്ക് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഇവർ ഒറിജിനൽ ആണോ അല്ലയോ എന്നായിരിക്കും പുറത്ത് ഇത് പ്രേക്ഷകർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. മെജോറിറ്റി അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ വന്ന കുറെ മിസ്റ്റേക്കുകൾ പലരിലും ചിലപ്പം പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അതിനുള്ളിൽ ആർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൽക്കാൻ പറ്റുന്നവരുണ്ടില്ലെന്നും പറയുന്നില്ല, എന്നാലും അതിനപ്പുറത്ത് കുറെ കഴിയുമ്പോൾ നമ്മളെ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവിടെ ക്യാമറ ഉണ്ടെന്നേ മറന്നുപോയി. അങ്ങനെ ഒരു ഇതായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ ആയിരുന്നു, ഇത്രയും ദിവസം എക്സ്പീരിയൻസ് ചെയ്ത്. അല്ല, എന്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളെ ഒരു ദിവസം ഞാൻ കോൺടാക്ട് ചെയ്തു, ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ? ഞാൻ വെറുതെ ചോദിച്ചു, അല്ലാന്ന് പലരും പറഞ്ഞു നമുക്ക് അറിയാം, എന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറഞ്ഞു, എടി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ആ ഹൗസിലേക്ക് വിട്ടിട്ട് നമ്മൾ എന്ത് സ്ക്രിപ്റ്റാ കൊടുക്കണ്ടേ, അവരായിട്ട് തന്നെ എല്ലാം ചെയ്തോളും, ഒരു ആവശ്യമില്ല അതിന്റെ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. ഒരു സ്ക്രിപ്റ്റഡും അല്ല. അതായത് ശരിക്കും ഞാൻ പറയാം, ഒരു വീടിനുള്ളിൽ കുറെ മനുഷ്യന്മാര് വരുന്നു, പല സ്വഭാവങ്ങള്. നമ്മൾ ഒന്നാം ദിവസം തൊട്ട് ബിഗ് ബോസ് യാത്ര ആരംഭിക്കുന്നു. നമ്മുടെ ഇമോഷൻസ് ഒപ്പിയെടുക്കാൻ കുറെ ക്യാമറകളുണ്ട്. അതിലൂടെ നിങ്ങൾ കാണുന്ന എന്താണോ അത് മാത്രമാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. ഒരു സ്ക്രിപ്റ്റും ഇല്ല, 100% റിയൽ റിയാലിറ്റി ഷോയാണ്. അവിടെ റിയാലിറ്റി മാത്രമാണ് നിങ്ങൾ കണ്ടത്. ഒരു ഉറപ്പായിട്ടും അവിടെ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാതിനുള്ളില് കുറെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വിളിച്ച് ഓരോരുത്തർക്ക് ഹിന്റ് തരാം, നിങ്ങൾ ഇങ്ങനെ കളിക്കുന്ന പറയാം, ഒന്നുമില്ല. ഞാൻ റോബിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു, പക്ക കള്ളാണ്, പച്ച കള്ളാണ്, വെറുതെ പറയാണ്, സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് എയർ പോലും ചെയ്യാം, അവർക്ക് എയർ പോലും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകുമല്ലോ. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റഡ് അല്ല. അതായത് നിങ്ങൾ കണ്ട എന്താണ് അവിടെ ഉണ്ടായിരുന്ന റിയൽ ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ അന്ന് എടുത്ത സമയത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ജുനീസ് ഹൗസിലേക്ക് കയറിയത്. അപ്പൊ കുറെ പഴയ പിന്നെ അത് ഒരേ ഒരാളെ എടുത്തിട്ടുള്ളൂ, ആള് വീണ്ടും നമ്മളന്ന് അമിനത്താത്തയുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാരെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജുനൈസ് പറഞ്ഞു സ്ട്രാറ്റജി ആയിട്ടൊന്നും ഇല്ല, പക്ഷെ എല്ലാ പഴയ എല്ലാ സീസൺസും കണ്ടിട്ടാണ് പോയത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കണ്ട ഒരു ഐഡിയ ആയിട്ട് ചെല്ലുമ്പോ പോലും അതൊന്നും അവിടെ വർക്ക്ഔട്ട് ആവില്ല, വർക്ക്ഔട്ട് ആക്കാൻ നോക്കിയിട്ടില്ല. അതായത് ഞാൻ മനസ്സിലാക്കണം എന്താന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ സീസൺ 1 തൊട്ടേ കാണാറുണ്ട്. തമിഴ് സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി മനസ്സിലാവലും കാണുകയൊക്കെ ചെയ്യും, ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനപ്പുറത്ത് അതിൽ ഗെയിമൊന്നും അതിനുള്ളിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ ഒരു മനുഷ്യനായിട്ട് നമ്മളൊരു പ്രശ്നം വരികയാണ്, അവിടെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറ്റില്ല അവിടെ. അതായത് ഒരിക്കലും അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അതിനുള്ളിൽ ആളുകൾക്ക് ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ടാവാം, കാരണം ഇതൊരു ഗെയിം ഷോ ആണ്. ഉറപ്പായിട്ടും നമ്മളൊരു പേഴ്സണാലിറ്റി കാണിക്കാൻ വരുന്ന ഷോ ഒന്നും അല്ലത്. അവിടെ ഗെയിം കളിക്കുക, കപ്പടിക്കുക, അതിനുവേണ്ടി വരുന്ന ആളുകൾ മാത്രമാണ്. അവിടെ ഉണ്ടായിട്ട് അതിനുള്ളിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുക അങ്ങനെ ഒന്നും അല്ല എല്ലാവരും. പക്ഷെ സ്വാഭാവികമായിട്ടും പലർക്കും പല സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഗെയിമിനുള്ളിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ബ്രില്യൻ്റ് ആയിട്ട് അവർ കളിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് പറഞ്ഞിരുന്നത് ടോപ്പ് 2 ജുനൈസും അഖിൽ മാരാറും ഒരുമിച്ച് വരും എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറിപ്പോയപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഷോക്കുമായി. ആ ടോപ്പ് 2 ഇങ്ങനെ ഒരുപാട് കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു? ഹൗസിനുള്ളിലുള്ളപ്പോ ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 1 ആര് വേണമെങ്കിലും വരാം, പുറത്ത് അങ്ങനെയൊക്കെയാണെന്നാണ് വന്ന ഹൗസ് മേറ്റ്സ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് പ്രവചനാതീതമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്നൊക്കെ പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ടോപ്പ് 2 വരാം. ഡിസർവിംഗ് ആണ് റനീഷ്, അല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം ജനങ്ങൾ വോട്ടിങ്ങിലൂടെ മാത്രമാണ് അവിടെ എത്തണം. ഉറപ്പായിട്ടും റനീഷ് ഡിസർവിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ടോപ്പ് 2 എത്തിയത്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറെ ആൾക്കാർക്ക് കാളിദാസ് ജയറാം മെസ്സേജ് അയച്ചു, ടോപ്പ് 2 എക്സ്പെക്ട് ചെയ്തിരുന്നു, വെൽ പ്ലേ ആയിരുന്നു ബ്രോ എന്നൊക്കെ പറഞ്ഞ് വെൽ പ്ലേ അപ്പൊ കുറെ പേര് മെസ്സേജ് അയച്ചു.
അങ്ങനെയൊക്കെ കുറെ പേര് അവരൊക്കെ കാണുന്നുണ്ട്, അവർ എക്സ്പെക്ട് ചെയ്യുന്നപ്പോ അത് വലിയ കാര്യം ഉറപ്പായിട്ടും. അങ്ങനെ ശ്രീനിഷ് മെസ്സേജ് ഇരുന്നു പേളിയിൽ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ഇരുന്നു, ടോപ്പ് 2 എക്സ്പെക്ട് ചെയ്തിരുന്നു. അതായത് ഇപ്പൊ കമന്റ് ബോക്സ് നോക്കുമ്പോൾ കുറേ പേര് എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാ അതിന് ടോപ്പ് 2 ജുനൈസ് ആയിരുന്നു, അല്ലെങ്കിൽ ഉറപ്പായിട്ട് റെനീഷ ഡിസർവിംഗ് ആണ്, അവിടുത്തെ ഫൈനലിസ്റ്റുകൾ ഡിസർവിംഗ് ആണ്, അഖിൽമാരാർ ഡിസർവിംഗ് ആണ്. പക്ഷെ കുറെ പേര് എന്റെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. ചെറിയൊരു വോട്ടിന് എന്തോ വ്യത്യാസത്തിലാണ് ഞാൻ ടോപ്പ് 3 ആയെന്നാണ് അറിഞ്ഞത്. പിന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോ പറയാണ്, ഞാനത് ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സ് ആണല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ ജുനൈസിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കായിട്ട് ഞാനും തിരക്കാം. ഇന്നിങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 2 ദിവസമായിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് കുറച്ച് സ്റ്റോറീസും പോസ്റ്റും വന്നു തുടങ്ങിയത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല, ഇന്നിങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴാണ് ബിഗ് ബോസിന്റെ ഒരൊറ്റ പോസ്റ്റ് ജുനൈസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ്, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ലോഗ് ഔട്ട് ചെയ്തു, യൂട്യൂബ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. വരുന്നതിനും ഞാൻ ഒരു വീഡിയോ സ്കെഡ്യൂൾ ചെയ്തിട്ട് എനിക്ക് വേണ്ടി അങ്ങനെ ആർമി ഫാൻ ഫൈറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അങ്ങനെയുള്ളൊരു, കാരണം അതൊരു ഗെയിം ഷോ ആണ്, അതിനപ്പുറത്ത് ഭയങ്കര ടോക്സിസിറ്റി എന്നിലൂടെ വരരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, ഞാൻ ഒരു PR ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഞാൻ 3rd പൊസിഷൻ വരെ കംപ്ലീറ്റ്ലി എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് വോട്ട് ചെയ്ത എൻ്റെ ആൾക്കാരാണ്. എനിക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരുന്നു, ആർക്കും ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്തിട്ടേ ഇല്ല. ശരിക്കും ഞാൻ സത്യം ഞാൻ ഇവരോട് പറഞ്ഞു ഇതെന്താ ജുനൈസിന്റെ അക്കൗണ്ടിൽ, പക്ഷെ ഇങ്ങനെ അപ്ഡേഷൻസ് വരാത്തത് ശ്രദ്ധിക്കണില്ല, കാരണം ഡെയിലി നമുക്ക് സെർച്ചിലൊക്കെ ബിഗ് ബോസ് ഞാൻ 2 പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. അതിനുശേഷം ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ട് ഒന്ന് അഖിലേന്റെയും കൂടെ പിന്നെ സാഗറും അവരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ്, ജോജി ചേട്ടന്റെ കൂടെ, ബാക്കി എല്ലാവരുടെയും അവരുടെ എൻട്രിയും അതും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ജുനൈസിന്റെ ആമിനത്താത്ത ഇങ്ങനെ കിടക്കും. പക്ഷെ വേറെ ഒറ്റ പോസ്റ്റ് ബിഗ് ബോസിന്റെ ഞാൻ കണ്ടില്ല. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. അത് ഒരുപാട് പേര് കമന്റ് പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു അതിലുണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. നിലവിൽ എനിക്ക് തോന്നുന്നു വന്നില് ഉറപ്പായിട്ട് നിലവിൽ എനിക്ക് തന്നെയാണ് ഇൻസ്റ്റയിലൊക്കെ ഫോളോവേഴ്സ് ഒക്കെ കൂടുതലുള്ളത്. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അതിന് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നണമൊന്നുമില്ല, കാരണം അതൊരു ഗെയിം ഷോ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ജനങ്ങള് നമ്മളെ ഇഷ്ടപ്പെട്ട് ജനങ്ങൾ നമുക്കൊരു വോട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉള്ളൊരു വോട്ടാണ്. അതിനപ്പുറത്ത് നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് എത്തിക്കാന്നുള്ള വലിയൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്ത് എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായിട്ട്, കാരണം അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ അതിനുള്ളിൽ പോകുമ്പോൾ ഇതൊരു 1 ടൈം ടിക്കറ്റാണ്. ഒരു 10 സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ കൂടുതൽ ഭയങ്കര റീച്ച് കിട്ടുന്നത് എനിക്കൊന്ന് ബിഗ് ബോസിനേക്കാൾ വേറെ എന്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉറപ്പായിട്ടും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അപ്പം അത് മാക്സിമം എല്ലാ ആൾക്കാരും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല. അല്ല, ജുനൈസിന്റെ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൊക്കെ കുറെ നല്ല എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണെന്ന്, വാസു കൊണ്ട് ആ മുടിയൊക്കെ വെട്ടിയ. പക്ഷെ അത് ലൈഫിലെ വലിയൊരു വേറെ കാര്യത്തിലേക്ക് പോവാണ്. ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഞാൻ പറയണില്ല, അതാണ് എല്ലാം ഓരോ നിമിത്തങ്ങളാണ്, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, സംഭവിക്കുന്നതിനൊക്കെ പിന്നില് ഒരു നല്ലൊരു റീസൺ ഉണ്ട്, എല്ലാത്തിന്റെ പിന്നിലൊരു കാരണങ്ങൾ ഉണ്ടാവണം, അതുകൊണ്ടായിരിക്കാം. അല്ല, ഇപ്പൊ പറഞ്ഞ നെഗറ്റീവ് എല്ലാത്തിലും കയറി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമേ വന്നു തുടങ്ങിയത്. പക്ഷെ പിന്നെ ആ ഇടപെടൽ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ജുനൈസിന്റെ സംസാര രീതിയാണെങ്കിലും എല്ലാം. പിന്നെ ചില സമയം നാദ്ര കുറെ തగ్గടിക്കുന്നവർ, അതിന്റെ കൂടെ നിങ്ങളുടെ കുറെ സാധനങ്ങളും, അഖിൽമാരാറും ജുനൈസും തമ്മിലുള്ള അടി. എനിക്ക് തോന്നുന്നു ഞാൻ റിനോഷുമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഇല്ലാത്തേ ഉള്ളൂ, സത്യം. ബാക്കി എല്ലാ ആൾക്കാരുമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഏറ്റവും അഖിൽമാരാറും ജുനൈസും തമ്മിലുള്ള ഓരോ ഡയലോഗൊക്കെ കേട്ട് മറ്റേ എല്ലാം മിക്ക നടത്തും ഇന്ദ്രജാലം, പുള്ളിയുടെ തഗ്ഗൊക്കെ വേറെ ലെവലൊക്കെയാണ്. പിന്നെ വിഷ്ണു എന്റെ ജുനുക്കാന്ന് വിളിച്ചിരുന്ന ആ സംഭവം, അതൊക്കെ അടിപൊളിയാണ്. അതെ, അത് ഞാൻ പറഞ്ഞില്ല, അതിനുള്ളില് ഞാൻ മനസ്സിലാക്കണ എന്താന്ന് വെച്ചാല് അതൊരു ഗെയിം ഷോ ആണ്. അത് ശരിക്കും നമ്മൾ അതിനുള്ളിൽ നിൽക്കുകയാണ്, നമ്മുടെ ഗെയിം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ അതിനുള്ളിൽ റിയലായിട്ട് ജീവിക്കുകയായിരിക്കാം ജനങ്ങൾ, പക്ഷെ എല്ലാം ഗെയിമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഉറപ്പായിട്ടും ആ ഗെയിം ഷോ അത് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാം, നമ്മൾ വെറുക്കാം, നമ്മൾ വിമർശിക്കാം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാണ്ടിരിക്കും, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു ഗെയിം ഷോ മാത്രമാണ്. ആ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കപ്പ് ഒരാൾക്ക് കിട്ടിയതിന് ശേഷം അത് അവിടെ അവസാനിച്ചു. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ 6 വരുമ്പോൾ നമ്മളെപ്പോലുള്ള കുറെ മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ കൂടുതൽ കണ്ടസ്റ്റന്റുകളൊന്നും തന്നെ ആരെക്കുറിച്ച് അങ്ങനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ അത് വലിയൊരു കാര്യമാണ്. പകയില്ലാത്ത ഒരു സീസൺ അതവിടെ അവസാനിച്ചു. അതൊരു ഗെയിമാണ്, അതൊരു ഗെയിം ഷോ ആണ്. ഞാനപ്പോ ലാസ്റ്റ് ഞാൻ അഖിലേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ പറ്റി സോറി പറയാ. കാരണം എന്താന്ന് വെച്ചാല് ഉറപ്പായിട്ടും പുള്ളി എന്നെ കുറെ കാര്യത്തിൽ എനിക്ക് ഹേർട്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ പറഞ്ഞ കുറെ പുള്ളിക്ക് ഹേർട്ടായിട്ടുണ്ട്. എല്ലാ ആൾക്കാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എല്ലാം തീർത്തു. എനിക്ക് ആരോടും പകയില്ല, വിദ്വേഷമില്ല, ശത്രുതയില്ല, ഒന്നുമില്ല. ഇല്ല, ഉറപ്പായിട്ടും എല്ലാം. ആ ഒരു എന്നോട് സാറ്റർഡേ ലാലേട്ടൻ ചോദിച്ചു മറ്റേ ഈ ബാഗേജ് ഒക്കെ ഇവിടെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പോണം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു പോണം എന്നല്ല പോകും എന്നല്ലേ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാം വെച്ചിട്ടാണ് ഞാൻ വന്നത്. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസ്, ഭയങ്കരം. ഇനി എയർപോർട്ടിൽ വന്നപ്പോ ഞാൻ കണ്ടു എല്ലാരും ജുനൂക്കാന്ന് വിളിച്ച് ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു. അപ്പൊ പ്രതീക്ഷിച്ചു അത്രയും ആളുകൾ? അല്ല, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എടാ നീ സ്റ്റോറി ഇടണം, നീ വരുന്നേന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റോറി ഒന്നും ഇടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരോട് പറയുന്നുണ്ട് കാരണം എനിക്ക് 3 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു, ബാക്കി എല്ലാവർക്കും 5:30 ഫ്ലൈറ്റ്. ഞാൻ ഒറ്റക്ക വരണേ. ബാക്കി എല്ലാവരും 5:30 ഫ്ലൈറ്റ് ആയിരുന്നു, എനിക്ക് മാത്രം 3-3:45 ഫ്ലൈറ്റ്. ഞാൻ ഒറ്റക്ക വരണേ. അപ്പൊ ഞാൻ അതിന്റെ എയർപോർട്ടിനുള്ളിൽ കുറെ സമയം ഇരുന്നു എല്ലാവരുടെ കൂടെ വരാൻ വേണ്ടിട്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞു എടാ കുറെ ആൾക്കാരുണ്ട്, കുറെ പ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കുറെ ആൾക്കാർ പോയി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ വരണേ. അപ്പം ഭയങ്കര രസമായിരുന്നു. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ജുനൂക്കാന്നൊക്കെ വിളിച്ച്. തസ്നീത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് എനിക്കൊരു 5-6 വർഷമായിട്ട് അറിയാം പുള്ളിക്കാരിനെ. അപ്പൊ പുള്ളിക്കാരിക്ക് എന്റെ ആ ഒരു ഗെയിം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരിയും ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ സീസൺ 2. അപ്പൊ പുള്ളിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരൊക്കെ വന്നെന്ന് പറഞ്ഞാല് ഭയങ്കര കാര്യം. പഴയ സീസണിലെ ശ്രീനിഷേട്ടൻ മാത്രമാണോ മെസ്സേജ്? തെസ്നി ചേച്ചി ഇവരൊക്കെയാണോ അയച്ചത്? അല്ല, കുറെ ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിയാസ്, അങ്ങനെ ഒരുപാട് ആൾക്കാര്, പിന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ പറയാ ഓരോരുത്തരെ പറ്റി ചോദിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എനിക്ക് അഖിലേട്ടന്റെ കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. അഖിൽ മാരാർ ജുനൈസ് എന്നുള്ള ഒരു കോംബോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം തൊട്ടേ അടി ഉണ്ടെങ്കിലും അവസാനം ഇപ്പൊ എല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ മാരാർ പുറത്തിറങ്ങിയപ്പോ പോലും ആരോ ചോദിച്ചപ്പോ എടാ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാടാ എന്നാണ് പറഞ്ഞിറങ്ങി. അത്രയും സ്നേഹത്തോടെയാണ് നിങ്ങൾ തിരിച്ച് പിരിഞ്ഞതൊക്കെ തന്നെ. അപ്പൊ മാരാറായിട്ടുള്ള ആ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും ഇപ്പൊ ഓർക്കുന്ന ഒരു സംഭവം ഏതായിരിക്കും അഖിലേട്ടനായിട്ട്? എനിക്ക് തോന്നുന്നു എന്റെ മാനേജർ ടാസ്കില് എന്നെ മാറ്റി റിനോഷനെ ആക്കിയില്ലേ. അപ്പൊ ഞാൻ പറയും പുതിയ മാനേജറായി തെരഞ്ഞെടുത്ത അഖിൽ മാരാർ. അപ്പൊ പുള്ളി നായകൻ വീട്. അപ്പൊ പുള്ളി ഒരുമാതിരി ആയൊരു ചിരി ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ജയിലിലെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ അതായത് ഞങ്ങൾക്ക് ഞാൻ വിചാരിക്കായിരുന്നു എങ്ങനെ, കാരണം ഭയങ്കര അടിയാണ് ഞങ്ങള്. അതായത് ഭയങ്കര അടിയെന്ന് വെച്ചാല് ഭയങ്കര അടിയാണ്. അപ്പൊ ജയിലിനുള്ളിൽ ഒരു ദിവസം നിക്കണല്ലോ, ജയിലിനുള്ളിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാ ദിവസവും ഒരു അറ്റ്ലീസ്റ്റ് 3-4 വിഷയങ്ങളിലെങ്കിലും ഞാനും അഖിലേട്ടനും കൂടെ അങ്ങനെ അതൊരു അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് പുള്ളിയായിട്ടാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ആമിനത്താത്തിയായി രസകരമായ സംഭാഷണങ്ങളും കോമഡിയും ഒക്കെ നമുക്ക് സുപരിചിതനായ താരമാണ് ജുനൈസ്. ബിഗ് ബോസ് സീസണിലെത്തിയപ്പോഴാണ് ജുനൈസിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞത്. ജുനൈസിനെ അമ്മയില്ലാതെ വളർന്ന കുട്ടിക്കാലത്തെ കുറിച്ചും എല്ലാം. ഇപ്പോൾ സിനിമയിൽ തിരക്കുള്ള താരമായി മാറിയിരിക്കുകയാണ് ജുനൈസ്. പണി എന്ന സിനിമയിൽ നല്ലൊരു വില്ലൻ കഥാപാത്രമായി ജുനൈസ് നമ്മുടെ മുന്നിലെത്തിയിരുന്നു. ഇപ്പോൾ നിരവധി സിനിമകൾ കയ്യിലുണ്ട്. ഇപ്പോൾ തിരക്കുകളുമായി സിനിമാ ലോകത്ത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ച കരിയർ സ്വന്തമാക്കിയിരിക്കുകയാണ് ജുനൈസ്.